പ്രിയ കുട്ടികളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആണല്ലേ? നിങ്ങളുടെ 1ാം സെമസ്റ്റർ പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയില്ലേ? നിങ്ങൾ ക്ലാസ്സിലെ കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തണം. കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും തകർച്ചകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ താങ്ങി നിർത്തുന്നത് നമ്മളിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ കാറ്റഗിസം പഠിക്കാൻ സമയം കണ്ടെത്തണം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള സഭയെക്കുറിച്ചാണ്. അതിനു മുമ്പായി നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പുക. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാകുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. നാം 6ാമത്തെ പാഠമായ കേരള സഭയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കേരള സഭയ്ക്ക് 1-ാം നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. ആരാണ് ഇവിടെ ക്രിസ്തുമതം പ്രചരിപ്പിച്ചത്? കഴിഞ്ഞ പാഠത്തിൽ നിങ്ങൾ പഠിച്ചു ഇല്ലേ? ആരായിരുന്നു ഇവിടെ ക്രിസ്തുമതം പ്രചരിപ്പിച്ചത്? വിശുദ്ധ തോമസ് ശ്ലീഹായും വിശുദ്ധ ബർത്തലോമിയയുമാണ് കേരളത്തിൽ അഥവാ ഭാരതത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചത്. ആരായിരുന്നു തോമസ് ശ്ലീഹായും വിശുദ്ധ ബർത്തലോമിയയും? ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പത്രോസ് ശ്ലീഹായും തോമസ് ശ്ലീഹായും ബർത്തലോമിയയും മാത്രമേ റോമാ സാമ്രാജ്യത്തിന് പുറത്ത് സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ടുള്ളൂ. അപ്പോൾ തോമസ് ശ്ലീഹ AD 52 കേരളത്തിൽ എത്തിച്ചേർന്നത്. തോമസ് ശ്ലീഹ ഇവിടെ വന്നത് കേരളത്തിലുണ്ടായിരുന്ന യഹൂദരുടെ ഇടയിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, ക്രിസ്തുവിന് വളരെ മുമ്പ് തന്നെ കേരളം, ഭാരതം വിദേശ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് റോമാ സാമ്രാജ്യവും അറബികളുമൊക്കെയായി വാണിജ്യബന്ധം പുലർത്തിയിരുന്നു. അതിനായി, കച്ചവടത്തിനായി ഇവിടെ വന്ന യഹൂദർ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാബിലോൺ പ്രവാസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാജാക്കന്മാരുടെ 2ാം പുസ്തകത്തിലാണ് ബാബിലോൺ പ്രവാസത്തെക്കുറിച്ച് പറയുന്നത്. നെബുക്കദ്നേസർ ജെറുസലേം ദേവാലയം തകർക്കുകയും ആളുകളെയൊക്കെ പിടിച്ച് വധിക്കുകയൊക്കെ ചെയ്തപ്പോൾ യഹൂദർ, അവിടെ ഉണ്ടായിരുന്ന യഹൂദർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. അങ്ങനെ കുറേയധികം പേർ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ തോമസ് ശ്ലീഹ ഇവിടെ വന്നത് ഇവിടെ ഉണ്ടായിരുന്ന യഹൂദരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ തോമസ് ശ്ലീഹ ഇവിടെ വന്നു, ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഇടയിൽ യേശുവിനെക്കുറിച്ച് പ്രഘോഷിച്ചു. അതിനുശേഷം കേരള സഭയിൽ പ്രാരംഭകാലത്ത് വിശ്വാസത്തിലും മതാനുഷ്ഠാനങ്ങളിലും ക്രൈസ്തവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സുസംഘടിതമായൊരു നേതൃത്വം ഉണ്ടായിരുന്നില്ല. AD 345 കാനായിൽ നിന്ന് തോമസ് എന്ന വ്യാപാര പ്രമുഖനും അദ്ദേഹത്തോടൊപ്പം 400ഓളം പേരും ഇന്ത്യയിലേക്ക് എത്തുകയും അവരുടെ പ്രവർത്തന ഫലമായി ഇവിടെ പേർഷ്യൻ സഭയുടെ സ്വാധീനമുണ്ടായി. അതുപോലെ തന്നെ കൽദായ സുറിയാനി ആരാധനക്രമം ഇവിടെ പ്രാബല്യത്തിൽ വന്നു. അക്കാലത്ത് കൊടുങ്ങല്ലൂരും അങ്കമാലിയും പ്രധാന ക്രൈസ്തവ കേന്ദ്രങ്ങളായി തീർന്നു. പേർഷ്യൻ പാത്രിയാർക്കീസ് അയക്കുന്ന മെത്രാന്മാരായിരുന്നു ഇവിടെ സഭാഭരണം നിർവഹിച്ചിരുന്നത്. പക്ഷെ ആ കാലത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം അനാചാരങ്ങളും പാഷണ്ഡതകളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞൊരു കാലമായിരുന്നു. പുരോഹിതര് പണത്തിന് വേണ്ടിയിട്ടായിരുന്നു പലപ്പോഴും തിരുക്കർമ്മങ്ങൾ നടത്തിയിരുന്നത്. അന്നിവിടെ നിലനിന്നിരുന്ന പല ആചാരങ്ങളും, ഇവിടുത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളും അവർ പിന്തുടർന്നു പോന്നു. അവർ കൂടോത്രവും മന്ത്രവാദവും ഒക്കെ പണത്തിന് വേണ്ടി നടത്തിയിരുന്നു. അങ്ങനെ ആകെ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. ആ സമയത്താണ് പോർച്ചുഗീസുകാർ ഇവിടേക്ക് വരുന്നത്. എന്നാണ് പോർച്ചുഗീസുകാർ ഇവിടേക്ക് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? 1498 വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. അപ്പോൾ പോർച്ചുഗീസുകാർ ഇവിടെ വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കത്തോലിക്കരുണ്ട്, പക്ഷേ ക്രിസ്തു വിഭാവനം ചെയ്ത അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ച ക്രൈസ്തവ വിശ്വാസം ഇവിടെ ഇല്ല.
അപ്പോൾ പോർച്ചുഗീസ് മിഷണറിമാർ ഇവിടെ യഥാർത്ഥ സുവിശേഷവൽക്കരണം നടത്തുക തങ്ങളുടെ ഒരു കടമയായി കരുതി. അതിനായിട്ട് അവർ വളരെയധികം പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഗോവൻ മെത്രാപോലീത്തയായിരുന്ന അലക്സിസ് മെനേസിസ് വളരെയധികം കേരളത്തിലുടനീളം സഞ്ചരിക്കുകയും ലത്തീൻ വൽക്കരണത്തിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ലത്തീൻ വൽക്കരണമല്ല ശരിക്കും നടന്നത്, യഥാർത്ഥ സുവിശേഷവൽക്കരണമായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രവർത്തനത്തോടെ ഇവിടെ നടന്നത്. ആ ഒരു ഇതിൻ്റെ ഫലമായിട്ടാണ് ഉദയംപേരൂർ സുനോദോസ് കൂടുന്നത്. ഉദയംപേരൂർ സുനോദോസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? അപ്പോൾ ഉദയംപേരൂർ സുനോദോസ് എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയിൽ വളരെയധികം നവീകരണത്തിന് കാരണമായ ഒരു സംഭവമായിരുന്നു. അതായത് നമ്മളുടെ രണ്ടാം വത്തിക്കാൻ സുനോദോസ് ആഗോള സഭയിൽ എന്തുമാത്രം മാറ്റങ്ങളാണോ വരുത്തിയത് അതുപോലെ തന്നെ മാറ്റങ്ങൾ വരുത്തിയ ഒരു സംഭവമായിരുന്നു ഉദയംപേരൂർ സുനോദോസ്. കേരള സഭാ ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു. അതെന്നാണ് നടന്നതെന്നറിയാമോ? 1599 ജൂൺ 20 മുതൽ 26 വരെയാണ് ഉദയംപേരൂർ സുനോദോസ് നടന്നത്. അന്നത്തെ കൊച്ചി മെത്രാൻ ആൻഡ്രൂ ദേ സാന്താമരിയ ആയിരുന്നു. കൊച്ചി മെത്രാനായ ആൻഡ്രൂ ദേ സാന്താമരിയയുടെ സഹായത്തോടെ ഗോവൻ മെത്രാപോലീത്തയായിരുന്ന അലക്സിസ് മെനേസിസ് ആണ് ഉദയംപേരൂർ സുനോദോസ് വിളിച്ചുകൂട്ടിയത്. എന്നാണ് വിളിച്ചുകൂട്ടിയത്? 1599 ജൂൺ 20 മുതൽ 26 വരെ. ആരുടെ സഹായത്തോടെയാണ്? കൊച്ചി മെത്രാനായിരുന്ന ആൻഡ്രൂ ദേ സാന്താമരിയയുടെ സഹായത്തോടെ ഗോവൻ മെത്രാപോലീത്തയായിരുന്ന അലക്സിസ് മെനേസിസ് ആണ് ഉദയംപേരൂർ സുനോദോസ് വിളിച്ചുകൂട്ടിയത്. ഇതിൽ വൈദികരും അൽമായരും ഉൾപ്പെടെ 853 പേരാണ് പങ്കെടുത്തത്. എത്ര പേരാണ്? 853 പേർ. വൈദികരും അൽമായരും ഉൾപ്പെടെ 853 പേരാണ് ഉദയംപേരൂർ സുനോദോസിൽ പങ്കെടുത്തത്. ഉദയംപേരൂർ സുനോദോസിലെടുത്ത പ്രധാന തീരുമാനങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അന്ന് തീരുമാനിച്ചത് കേരള സഭയെ കൽദായ പാത്രിയാർക്കിസിൻ്റെ സ്വാധീനത്തിൽ നിന്നും വേർപെടുത്തി പാപ്പയുടെ കീഴിലാക്കുക. അതിനു മുമ്പ് വരെ പേർഷ്യൻ സഭയുടെ സ്വാധീനം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കൽദായ സുറിയാനി ആരാധനക്രമമൊക്കെ ആയിരുന്നു ഇവിടെ നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ആ കൽദായ സുറിയാനി സ്വാധീനത്തിൽ നിന്ന് മാറ്റി പാപ്പയുടെ കീഴിലാക്കാൻ തീരുമാനിച്ചു. അടുത്തതായിട്ട് ലത്തീൻ ആരാധനാക്രമം സുറിയാനി ഭാഷയിലാക്കി ഉപയോഗിക്കുക. ഇവിടെ അതിനു മുമ്പ് സുറിയാനി ആരാധനാക്രമമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ പാപ്പയുടെ കീഴിലാകുമ്പോൾ ലത്തീൻ ആരാധനാക്രമം സുറിയാനി ഭാഷയിലാക്കി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. പിന്നെ അതുപോലെ തന്നെ വൈദിക ബ്രഹ്മചര്യം നിർബന്ധമാക്കി. നാലാമതായി കേരള സഭയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതാക്കുക. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മാറിയെങ്കിലും അതിനു മുമ്പ് അവർ പിന്തുടർന്ന് പോന്നിരുന്ന പല അനാചാരങ്ങളും അവർ തുടർന്നിരുന്നു. കാരണം അവർക്ക് സുശക്തമായൊരു നേതൃത്വം, വിശ്വാസത്തിൽ അവരെ വളർത്തിക്കൊണ്ട് വരുന്നതിനുള്ള സുശക്തമായൊരു നേതൃത്വം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ അവർ പഴയ പല അനാചാരങ്ങളും അവർ തുടർന്നുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഉദയംപേരൂർ സുനോദോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത് കേരള സഭയെ പാപ്പായുടെ കീഴിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന അയിത്തം, മന്ത്രവാദം, കൂടോത്രം അതുപോലെയുള്ള പല അനാചാരങ്ങളും ഇല്ലാതാക്കി തീർക്കുന്നതിന് ഉദയംപേരൂർ സുനോദോസ് വഴി സാധിച്ചു. അപ്പോൾ നമ്മുടെ കേരള സഭയുടെ ചരിത്രത്തിൽ വളരെ മാറ്റങ്ങൾ വരുത്തിയ ഒരു സംഭവമായിരുന്നു ഉദയംപേരൂർ സുനോദോസ്. അതെന്നാണ് നടന്നതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 1599 ജൂൺ 20 മുതൽ 26 വരെയാണ് ഉദയംപേരൂർ സുനോദോസ് നടന്നത്. അത് വിളിച്ചു കൂട്ടിയത് ഗോവൻ മെത്രാപോലീത്തായിരുന്ന അലക്സിസ് മെനേസിസ് ആണ്. ആരുടെ സഹായത്തോടു കൂടി? കൊച്ചി മെത്രാനായിരുന്ന ആൻഡ്രൂ ദേ സാന്താമരിയയുടെ സഹായത്തോടെയാണ് ഇത് വിളിച്ചു കൂട്ടിയത്. സുനോദോസിലെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? കേരള സഭയെ കൽദായ പാത്രിയാർക്കിസിൻ്റെ സ്വാധീനത്തിൽ നിന്നും മാറ്റി പാപ്പയുടെ കീഴിലാക്കുക. അതുപോലെ തന്നെ ലത്തീൻ ആരാധനാക്രമം സുറിയാനി ഭാഷയിലാക്കി നടപ്പിലാക്കുക. വൈദിക ബ്രഹ്മചര്യം നിർബന്ധമാക്കുക. അതുപോലെ തന്നെ കേരള സഭയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമൊക്കെ ഇല്ലാതാക്കുക.
ഉദയംപേരൂർ സുനോദോസ് ഒരു വൻ വിജയമായിരുന്നു. പക്ഷേ ഒരു വിഭാഗം ആളുകൾക്ക് അത് അതൃപ്തിക്ക് കാരണമായി. കാരണം അതുവരെ പിന്തുടർന്ന കൽദായ സുറിയാനി ആരാധനാക്രമം മാറ്റി ലത്തീൻ ആരാധനാക്രമത്തിലേക്ക് വന്നപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഫീസ് വാങ്ങിച്ചിട്ടായിരുന്നു പല ആരാധനാ കർമ്മങ്ങളും നടത്തിയിരുന്നത്. പക്ഷേ ഉദയംപേരൂർ സുനോദോസോടുകൂടി ഒരു തിരുക്കർമ്മങ്ങൾക്കൊക്കെ നിശ്ചിത ഫീസ് തീരുമാനിച്ചു. അതുപോലെ തന്നെ ജ്ഞാനസ്നാനം അതുപോലെയുള്ള തിരുക്കർമ്മങ്ങൾക്ക് ഫീസ് വാങ്ങിക്കാൻ പാടില്ല എന്നൊക്കെ തീരുമാനിച്ചു. അതൊക്കെ ചില ആളുകളിൽ അതൃപ്തി ഉളവാക്കാൻ കാരണമായി. ആ പ്രശ്നങ്ങളാണ് കൂനം കുരിശു ശബദത്തിന് കാരണമായി തീർന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോർച്ചുഗീസുകാർ ഇവിടെ വരുമ്പോൾ കേരള സഭയുടെ അവസ്ഥ എന്തായിരുന്നു? എന്താണ്? പോർച്ചുഗീസുകാർ ഇവിടെ വരുമ്പോൾ കേരള സഭയുടെ അവസ്ഥ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങൾ നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും കണ്ണുകളടയ്ക്കൂ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതിനും ഞങ്ങളുടെ സഭയുടെ ചരിത്രത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങളെ കാക്കണമേ. ആമേൻ.